ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾക്കിടെ അപകടങ്ങൾ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സർക്കാർ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കെട്ടുകാഴ്ചകൾ നടത്താൻ KSEBക്ക് 1 മാസം മുൻപ് അപേക്ഷ നൽകണം. ഉത്സവങ്ങളിൽ ആർച്ചുകൾ കെട്ടുന്നതിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്നുമാണ് നിർദ്ദേശം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്തൊക്കെയാണ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ? മനീഷ്, ഉന്മേഷ്, ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഊർജ്ജ വകുപ്പാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 3 വർഷങ്ങൾക്കിടയിൽ ഈ ആരാധനാലയങ്ങളെ കെട്ടുകാഴ്ചക്കിടയിൽ ഉണ്ടായ അപകടങ്ങളിൽ ഒട്ടേറെ പേർ മരിക്കുന്നുണ്ട്, മരണസംഖ്യ ഉയരുന്നുണ്ട്. അങ്ങനെ ഉള്ള അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഇതിനുള്ളത് ജില്ലാ കളക്ടർക്കാണ്, ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കുമുണ്ട്. എപ്പോഴും ഉത്സവ സീസൺ തുടങ്ങുന്നതിന് മുൻപ്, അതായത് അതാത് ജില്ലകളിലെ ഉത്സവങ്ങൾ തുടങ്ങുന്ന ഒരു മാസം ഉണ്ടാകും. അതിന് മുൻപ് ഒരു 6 മാസം മുൻപെങ്കിലും ഒരു പ്രത്യേക യോഗം ചേർന്ന് ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ ചേർന്ന് ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ തരം കെട്ടുകാഴ്ചകൾ ഉണ്ടാകും, അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ 1 മാസക്കാലം മുൻപ് തന്നെ കെട്ടുകാഴ്ചകൾ ഉണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷകൾ നൽകണം. അല്ലാതെ നടത്തുന്ന കെട്ടുകാഴ്ചകൾക്കെതിരെ ക്രിമിനൽ നിയമപ്രകാരമൊക്കെ തന്നെ നടപടി സ്വീകരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ വിദൂര സ്ഥലങ്ങളിൽ എത്തുന്ന കെട്ടുകാഴ്ചകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി എത്ര കിലോമീറ്റർ പരിധി എന്നതിൽ വിദൂര കെട്ടുകാഴ്ചകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായൊരു നിർദ്ദേശം നൽകുന്നില്ല. ഒപ്പം തന്നെ പക്ഷേ പരമ്പരാഗത കെട്ടുകാഴ്ചകളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ബാധകമല്ല. പരമ്പരാഗത കെട്ടുകാഴ്ചകൾ നിർബന്ധമായും വലിയ ഉയരം കൂടിയ കെട്ടുകാഴ്ചകളാണെങ്കിൽ അവിടെ വൈദ്യുതി ലൈനുകളൊക്കെ തന്നെ അഴിക്കുന്ന ജോലി KSEB ചെയ്യണം. പക്ഷേ അതിൻ്റെ പണം എത്ര രൂപയായിരിക്കാം വൈദ്യുതി ലൈൻ അഴിക്കുന്നതിന്, പിന്നീട് അത് പുനഃസ്ഥാപിക്കാനും വേണ്ടി ചിലവാകുന്നത്, ആ പണം KSEBക്ക് കെട്ടിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ പൈസയ്ക്ക് അതിൻ്റെ ഫീസ് ഇനത്തിൽ വാങ്ങേണ്ടി വരും. അത് KSEB നിശ്ചയിക്കണം. ഈ പരമ്പരാഗതമായി ഉണ്ടാകുന്ന കെട്ടുകാഴ്ചകളിൽ ആ സ്ഥലത്തുണ്ടാകുന്ന വൈദ്യുതി ക്ഷാമം അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമ്പോൾ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ അത് മറികടക്കുന്നതിന് വേണ്ടി അടിയന്തരമായി KSEB അണ്ടർഗ്രൗണ്ടിൽ കൂടിയുള്ള ഈ കൂടുതൽ ഇലക്ട്രിസിറ്റി സംവിധാനം ഉറപ്പാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി അത് എത്രത്തോളം പ്രായോഗികമാകും അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളെ സംബന്ധിച്ചൊന്നും ഈ നിർദ്ദേശങ്ങളിൽ പറയുന്നില്ല. പക്ഷേ അത് അടിയന്തരമായി അത്തരം സംവിധാനങ്ങൾ കൂടി നടപ്പിലാക്കണം. കാരണം പല സ്ഥലങ്ങളിലും ആഴ്ചകളോളം കറണ്ട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പങ്കുവെക്കുന്നത്. അങ്ങനെ ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ 6 മാസങ്ങൾക്ക് മുൻപ് യോഗം ചേരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനും റവന്യൂ, ഊർജ്ജ വകുപ്പുകൾക്ക് കൈമാറുകയും വേണം. ഉന്മേഷ്. ശരി, മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്.